അപ്പോഴേ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു റിസോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതായത് എന്താ വെച്ചാൽ ഈ കാണുന്ന നമ്മുടെ മലമ്പുഴ ഡാമാണ്. അതായത് മലമ്പുഴ ഡാമിന്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു വ്യൂ, അതേപോലെ നമ്മുടെ തൊട്ട് പുറകിലായിട്ട് കണ്ടോ നല്ല മലനിരകളും കാര്യങ്ങളായിട്ടുള്ള മറ്റൊരു വ്യൂ. ഈ രണ്ടിനും ഇടയിൽ, അതായത് മലയ്ക്കും വെള്ളത്തിന് ഇടയിലായിട്ട് ഒരു 4 ഏക്കർ ഭൂമി പക്ക നിരന്ന് കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഒരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ലാത്ത പക്ക ഒരു JCB പോലും ചെയ്യാത്ത നല്ല അടിപൊളി ലാൻഡിലാണെന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു റിസോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോപ്പർട്ടി നമ്മുടെ ഓണർ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതാണ്. ഇതിന്റെ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ കറക്റ്റ് ആയിട്ട് നമ്മുടെ മലമ്പുഴ പാർക്ക് ഉണ്ടല്ലോ, ഈ മലമ്പുഴ പാർക്കിൽ നിന്ന് ജസ്റ്റ് നമുക്ക് ഒരു 15 കിലോമീറ്റർ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടിക്ക് എത്താൻ പറ്റും കേട്ടോ. പിന്നെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ റിംഗ് റോഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതായത് നമുക്ക് നേരെ അതിനേക്കാളും ഒരു പകുതി കിലോമീറ്ററിൽ താഴെ ദൂരം മാത്രമേ റിംഗ് റോഡ് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നുള്ളൂ. അതായത് നമ്മുടെ മലമ്പുഴയിൽ നിന്ന് ഒരു സൈഡിലൊന്ന് കയറി കഴിഞ്ഞാൽ ഫുള്ള് റൗണ്ട് അടിച്ചിട്ട് ഇങ്ങനെ പോകുന്ന റോഡാണ് കേട്ടോ. ഈ റോഡ് ഫേസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അതായത് ഉള്ളേരിയോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഒരുപാട് റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ പ്രോപ്പർട്ടിയുടെ ജസ്റ്റ് അതുകൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് മൊത്തത്തിൽ ഓണർ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണല്ലോ ഈ കാണുന്നതാണ് നമ്മുടെ ഡാം സൈറ്റ് വരുന്നത് കേട്ടോ. ഈ ഡാം സൈറ്റിൽ തന്നെ ഈ ഭാഗത്ത് മുതൽ എങ്ങനെ കണ്ടോ ഈ ഫ്രണ്ടേജ് ഒരു 70 മീറ്ററിൽ കൂടുതൽ നമുക്ക് നല്ല ഫ്രണ്ടേജ് കാര്യങ്ങളുണ്ട്. അതായത് ഹൈറ്റിലാണ് നിൽക്കുന്നത്. അത് നോക്കി തന്നെ മനസ്സിലാവാം, ഡാമിന് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. പിന്നെ എന്താ വെച്ചാൽ ഒരുപാട് വീടുകളൊക്കെ അടുത്ത ഭാഗത്തൊക്കെ ഉണ്ട്. ലൊക്കേഷനാണ് നല്ല. അതുപോലെ തന്നെ ഗണേഷിന്റെ ഡ്രൈവിംഗ് സ്കൂൾ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥാപനം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആള് മനുഷ്യരും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ലൊരു ലൊക്കേഷനാണ്. ഫോറസ്റ്റോ അല്ലെങ്കിൽ മറ്റേ പേടിക്കേണ്ടതായിട്ടുള്ള വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു പ്രോപ്പർട്ടിയാണ്. പിന്നെ എന്താ വെച്ചാൽ ഇതാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നേരെ ആണോ ഈ ഭാഗത്ത് മുഴുവനായിട്ട് കമ്പിവേലി കൊണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നല്ല സ്ക്വയർ ആയിട്ട് കിടക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇതായി കാണുന്ന വാഹനങ്ങൾ നിൽക്കുന്നില്ല. ഈ വാഹനങ്ങൾ നിൽക്കുന്നതിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമുക്ക് എന്താ റോഡ് ആക്സസ് ഉള്ളത്. അതായത് വലിയ റോഡ്, അതായത് എല്ലാ വാഹനങ്ങളും ലോറിയോ വലിയ വാഹനങ്ങളോ ട്രെയിലറൊക്കെ വരാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു റോഡ് ആക്സസ് ആണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഈ കാണുന്ന നമ്മുടെ മലമ്പുഴയിൽ നിന്ന് വരുന്ന റോഡാണ്. മലമ്പുഴ ടു ആനക്കല്ല് റോഡാണ് കേട്ടോ. ഈ റോഡ് വരികയാണെങ്കിൽ ഉണ്ടോ ഇവിടെ ഒരു ഡ്രൈവിംഗ് സ്കൂളൊക്കെ നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ ആനക്കല്ല് സെന്ററൊക്കെ എത്താൻ പറ്റും കേട്ടോ. ഇത് നമുക്ക് ഒരു റിംഗ് റോഡ് കൂടെ അവിടെ വരുന്നുണ്ട്. അതായത് നമ്മുടെ മലമ്പുഴ ടു ഈ ആനക്കല്ല് ബന്ധിപ്പിക്കുന്ന റോഡാണ്. അപ്പോൾ അതുകൂടെ വരികയാണെങ്കിൽ നമുക്ക് ഈ മലമ്പുഴ പാർക്കിന്റെ അവിടുന്ന് ലെഫ്റ്റ് സൈഡിലൂടെ ഉള്ള റോഡും കട്ട് ചെയ്ത് വരാം. ഇനി അതിലെ റൈറ്റ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഭാഗത്ത് എത്തപ്പെടാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ റിംഗ് റോഡും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രൈസിന് നല്ല വ്യത്യാസം ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരിക. അപ്പോൾ ഇത് കാണുന്ന റോട്ടിൽ നിന്ന് ജസ്റ്റ് ഇതുണ്ട് ഈ കാണുന്ന ഒരു 6 മീറ്റർ റോഡ് ഉണ്ട്. അതായത് ഇതാണോ ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു കമ്പിവേലി ചെയ്തിട്ടുണ്ടല്ലോ, ഇത് വരെ റോഡ് ഏകദേശം ഒരു 10 മീറ്റർ മാത്രമേ ഈ ഒരു പ്ലോട്ട് വരുന്നുള്ളൂ കേട്ടോ. ഈ 10 മീറ്റർ ജസ്റ്റ് ഒന്ന് കയറി കഴിഞ്ഞാൽ അതാണോ നിരന്ന് കിടക്കുന്ന ഈ ഒരു ഭൂമിയാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. ആണോ ഏകദേശം എന്താണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ പോവേ ഈ കാണുന്ന എല്ലാം നേരെ ഫ്രണ്ട് കണ്ടോ നല്ല ഡാം സൈറ്റ് ആണ് കേട്ടോ. നേരെ ഈ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ കണ്ടോ നല്ല മലനിരകളുമാണ്. ഓക്കെ, അപ്പൊ ഈ ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞത് ആ കാണുന്ന ഒരു വീട്ടിലോട്ട് പോകാനുള്ള റോഡ് ആക്സസ് ഉണ്ട് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഈ ഒരു സൈഡിലൂടെ ആ റോഡ് അങ്ങോട്ട് പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കണ്ടോ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതേപോലെ റോഡ് സൗകര്യങ്ങൾ ആ ഒരു സൈഡിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ 2 സൈഡിലും നമുക്ക് എന്തുണ്ട് റോഡ് സൗകര്യങ്ങളുണ്ട്. ഈ കിടക്കുന്ന ഭൂമി മൊത്തത്തിൽ 4 ഏക്കർ ഉണ്ടോ പ്ലെയിനായി കിടക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് നമ്മുടെ ഈ സ്ഥലം വരുന്നത്. ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതുണ്ടോ ഈ കാണുന്ന ഒരു ഭാഗത്തുനിന്ന് നമുക്ക് ഇതാ എൻഡ് വരെയും നമുക്ക് നല്ല ഒരു 4 മീറ്റർ റോഡ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതാ എൻഡ് ആ പോസ്റ്റ് കാണുന്നില്ലേ, ആ പോസ്റ്റിന്റെ ആ ഭാഗത്ത് ഈ അറ്റം വരെയും നമുക്ക് റോഡ്, അതായത് 2 സൈഡിലും നമുക്ക് സബ് റോഡ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ 4 ഏക്കർ ഭൂമിക്കകത്ത് 2 സൈഡിലും റോഡ് ആക്സസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ റോഡിൽ നിന്ന് ഡയറക്റ്റ് ആക്സസ് കൂടിയാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ. നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു റിസോർട്ടോ ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ആയിട്ട് വാങ്ങിച്ചിടാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു പ്രോപ്പർട്ടി തന്നെയാണ്. അപ്പോൾ ഞാൻ വില എന്താ പറയാതെന്ന് വെച്ചാൽ പല ആൾക്കാരും പല രീതിയിലാണ് സംസാരിക്കുക, വില ചോദിക്കൽ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജെന്യുവൻ കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഓക്കെ ആണ് ആണോ നല്ലൊരു ലൊക്കേഷനാണ്, നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി എടുക്കാൻ ആഗ്രഹമുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ നേരിട്ട് ഡയറക്റ്റ് ഓണറെ വിളിക്കുക. താഴെ ഡയറക്റ്റ് ഓണറുടെ നമ്പറാണ്, വേറെ മീഡിയേറ്റേഴ്സോ മറ്റൊക്കെ ആൾക്കാരോ ഒന്നുമല്ല, ഡയറക്റ്റ് ഓണറാണ്. നിങ്ങൾ മാന്യമായൊരു കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നെഗോഷിയേഷൻ ഒക്കെ ചെയ്ത് നല്ലൊരു പ്രൈസിന് നിങ്ങൾക്ക് തരാൻ പുള്ളി തയ്യാറാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം.